അപ്പം നമ്മുടെ ഇന്നത്തെ കഥ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സിനിമയും കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസമാണ്ട് റിലേ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു മൂഡിലൊക്കെ പോകുന്നൊരു സിനിമ. എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഒരു ഫ്രഷ് കണ്ടന്റ് പോലെ. ഇമെയില്, ഫാക്സിങ് അങ്ങനെയുള്ള മെയിലിംഗ് സർവീസ് യൂസ് ചെയ്യാത്ത ധാരാളം ആളുകൾ ഇന്നുണ്ട് നമുക്കിടയിൽ. അവർക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന ഒരു മെയിലിംഗ് സർവീസിന്റെ കഥയാണിത്. ഇവർ ഈ മെയിലുകളെല്ലാം കളക്ട് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും സൈക്കിളിന്റെ മുകളിലാണ്. ഹെവി ട്രാഫിക്കിന്റെ ഇടയിലൂടെ അഭ്യാസം കാണിച്ചു പോകുന്ന കുറച്ച് തലതെറിച്ച ചെക്കന്മാര്. ഇവരാണ് ഈ സാധനം ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായകന് ഒരു പാക്കേജ് കിട്ടുന്നത്. ബാക്കി എന്താ നടക്കുകയെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരൊറ്റ ദിവസത്തിന്റെ കഥയാണ്. ആ പാക്കേജിൽ എന്താണ്, ഇവൻ എന്താണ് കൊണ്ടുപോകുന്നത്, ആരൊക്കെയാണ് ഇവന്റെ പിന്നാലെ വരാൻ പോകുന്നത്. ആ ഒരൊറ്റ പാക്കേജ് കാരണം പുള്ളിക്കാരൻ അങ്ങ് പൊല്ലാപ്പിലാവുന്നു. ഇത്ര മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളായിട്ട് കണ്ടറിയാം. കാരണം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസം പോവും. സോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മഴയാണ്. സോ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. അപ്പം നേരെ സിനിമയിലേക്ക് കടക്കാം. വലിയൊരു സിറ്റി. അവിടെ നടക്കുന്ന ചെറിയൊരു ആക്സിഡന്റ്. വൈലി എന്ന ചെറുപ്പക്കാരൻ തൻ്റെ സൈക്കിളിൽ നിന്ന് തെറിച്ചു വീഴുന്നു. അവിടെയാണ് ഈ കഥയുടെ ആരംഭം. വീണ ഷോക്കിലാണ് വൈലി. ഇതാണ് വെനീസ, ഇവൻ്റെ ഗേൾഫ്രണ്ട്. അവൾ വന്നിട്ട് കുറേ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ വൈലി കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഇവൻ ആരാന്നും എന്താന്നും പറയാം. ഇപ്പം സമയം 6:30. കഥ കുറച്ച് പുറകിലോട്ട് പോകുന്നു. 5 മണിയായിട്ടുണ്ട്. തൻ്റെ സൈക്കിളിൻ്റെ മേളിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വൈലി. അതും ഈ കനത്ത ട്രാഫിക്കിൻ്റെ ഇടയിൽ. റെഡ് ലൈറ്റ് ആയാൽ പോലും പുള്ളിക്കാരൻ നിർത്താറില്ല. സത്യം പറഞ്ഞാൽ നിർത്താൻ ആഗ്രഹമില്ല. അവനിക്ക് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാനോ സ്യൂട്ട് ധരിക്കാനോ ഒരു കോമൺ ലൈഫ് ലീഡ് ചെയ്യാനോ താല്പര്യമില്ല. ഇങ്ങേർക്ക് ഇങ്ങനെ റൈഡ് ചെയ്യണം. എന്നാൽ റൈഡ് ചെയ്യുന്ന ബെല്ലും ബ്രേക്കും ഗിയറും ഇല്ലാത്ത ഒരു സാധാരണ സൈക്കിളാണ്. ഇനി എന്തിനാണ് റൈഡ് ചെയ്യുന്നതെന്ന് പറയാം. ബൈക്ക് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. ഇമെയിൽ, ഫാക്സിങ് അങ്ങനെ ധാരാളം മെയിലിംഗ് സർവീസ് ഉണ്ട്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആളുകൾ ഇന്നും ഉണ്ട്. അവർക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെസ്സഞ്ചർ സർവീസ്. അവരുടെ അടുത്ത് പോവുക, കൊടുക്കാനുള്ള പാക്കേജുകൾ ഡെലിവറി ചെയ്യുക. ആൻഡ് അതിനൊരു സമയം ഉണ്ടാവും. സമയം കട്ടായ സാലറിയും കട്ടാവും. ഈ ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമായിട്ട് ബൈക്ക് മെസ്സഞ്ചറിൽ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം 1500 ഇനി ഇവരുടെ പ്രധാന ചാലഞ്ച് ഇത്രയും വലിയ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ സാധനം ഡെലിവറി ചെയ്യുക. പക്ഷേ ചില ടാക്സി ഡ്രൈവർമാരുണ്ട്, എല്ലാത്തിൻ്റെ ഇടയിലും കുത്തിക്കയറ്റുന്ന ആൾക്കാർ. മിക്കപ്പോഴും അവർ കാരണമാണ് ഇവർ ആക്സിഡൻറ്റിൽ ഏർപ്പെടുന്നത്. ആൻഡ് ഈ മെസ്സഞ്ചേഴ്സിൻ്റെ അരയിലായിട്ട് വലിയൊരു ചെയിൻ ഉണ്ടാവും. സൈക്കിള് പൂട്ടിയിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ആ ചെയിൻ കൊണ്ട് വേറെയും കുറേ ഉപകാരങ്ങളുണ്ട്. ദേ കണ്ടില്ലേ, ഇങ്ങോട്ടൊരു പണി വന്നാൽ ചെയിൻ കൊണ്ട് തിരിച്ചു കൊടുക്കുക. ഇനി വൈലിയും ബാക്കിയുള്ള മെസ്സഞ്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ബ്രേക്കില്ലാത്ത സൈക്കിൾ ഓടിക്കാനാണ് വൈലിക്ക് ഏറ്റവും ഇഷ്ടം. അതിനൊരു കാരണമുണ്ട്. ഇവരത്രയും സ്പീഡിലാണ് പോവുക. പെട്ടെന്നെങ്ങാനും ബ്രേക്ക് ചെയ്താൽ സൈക്കിളിൻ്റെ മേളിൽ നിന്ന് അങ്ങ് പറക്കും. എന്നാൽ പെഡൽ കൊണ്ട് സൈക്കിളിനെ നിയന്ത്രിക്കുന്നൊരു പരിപാടിയുണ്ട്. അതാണ് വൈലിക്കിഷ്ടം. പക്ഷെ ബ്രേക്കാണ് ബാക്കിയുള്ളവർക്കിഷ്ടം. അങ്ങനെ ഓരോ പാക്കേജുകളും മെയിലുകളും ഡെലിവർ ചെയ്യുന്നു. ഇനി വെനീസയെക്കുറിച്ച് പറയാം. വൈലിയുടെ ഗേൾഫ്രണ്ടാണ് വെനീസ. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട്. ആ തർക്കം മുതലെടുത്ത് ഗോളടിക്കാൻ നോക്കുന്ന ആളാണ് മാനി. അവനും ഒരു മെസ്സഞ്ചറാണ്. പക്ഷെ വൈലിയെ പോലെയല്ല. നല്ല ഗിയറൊക്കെയുള്ള ഒരു കിടിലൻ സൈക്കിളാണ് പുള്ളിയുടെ കയ്യിൽ. ഇവർക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ എന്നിരുന്നാലും കൂട്ടത്തിലുള്ള ഒരാൾക്ക് പ്രശ്നം വന്നാൽ ഇവരങ്ങ് ഒന്നിക്കും. അവിടെ ഈഗോ ഇല്ല, വെറുപ്പില്ല, ഒന്നുമില്ല. ജസ്റ്റ് ബൈക്ക് മെസ്സഞ്ചേഴ്സ് ഓൺലി. സോ ഇതാണ് വൈലി. പിന്നെ മറ്റൊരു കാര്യം, ഈ നാട്ടിലുള്ള മിക്ക ആളുകൾക്കും ഇവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം വേറൊന്നുമില്ല, ഹൈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ സൈക്കിളും കൊണ്ട് പോകുമ്പോൾ അത് അവർക്കൊരു ശല്യമാണല്ലോ. അങ്ങനെ വൈലി അവരുടെ ഓഫീസിലോട്ട് പോകുന്നു. ഇതാണ് രാജ്, ഇവരുടെ ബോസ്. ബോസ് മാത്രമല്ല, നല്ലൊരു സുഹൃത്തും കൂടെയാണ്. പുള്ളിക്കാരനാണ് ഫുള്ള് കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. റൈഡേഴ്സിനുള്ള റൂട്ട് കൊടുക്കുക, കോളുകൾ അറ്റൻഡ് ചെയ്യുക. പക്ഷെ റൈഡിങ് അങ്ങേര് ചെയ്യാറില്ല. അങ്ങനെ ഈ സമയത്താണ് വെനീസ വരുന്നത്. ഓൾറെഡി ഇവർ തമ്മിൽ ചെറിയൊരു തർക്കത്തിലാണ്. അങ്ങനെ വലിയ ഫൈറ്റൊന്നുമില്ല. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആവുമ്പോൾ ഇതൊക്കെ സ്വാഭാവികല്ലേ. എന്നാൽ വെനീസയുടെ റൂംമേറ്റ് അവളോട് റൂം മാറാനാ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രാന്തും കൂടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജിനൊരു കോള് വരുന്നത്. നിമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വിളിക്കുന്നത്. അവൾക്കൊരു പാക്കേജ് ഡെലിവറി ചെയ്യാണ്ട്. അങ്ങനെ രാജ് ആ ദൗത്യം വൈലിയെ ഏൽപ്പിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, നേരെ നിമയെ കാണാൻ പോകുന്നു. അവളാണെങ്കിൽ ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. സോ കോളേജിലോട്ടാണ് പോകുന്നത്.
ഇവന്റെ പോക്ക് കണ്ട് സെക്യൂരിറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളും വിളിക്കാത്ത തെറികളില്ല. അങ്ങനെ നിമയെ കാണുന്നു. ആൻഡ് ഇതേ നിമയാണ് വെനീസയുടെ റൂംമേറ്റ്. അല്ല, ഇതാര്? നിമയോ? ഇത് കേട്ടേക്ക് നിമ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജസ്റ്റ് പാക്കേജ് കൊടുക്കുന്നു, ചൈന ടൗണിൽ ഡെലിവറി ചെയ്യാൻ പറയുന്നു. അവൾ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. വൈലി കൃത്യം 7 മണിയാകുമ്പോൾ സിസ്റ്റർ ചെന്നിൻ്റെ കയ്യിൽ ഇത് എത്തിച്ചു കൊടുക്കണം. അല്ലടോ, താനും വെനീസയും തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? ഇത് കേട്ടേക്ക് ഇവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വൈലി ചീട്ട് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, നേരെ ചൈന ടൗണിലോട്ട് പോകുന്നു. ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. 7 മണിയെന്നുള്ളത് മാറാൻ പാടില്ല. അതാണ് നിമ വെച്ചിട്ടുള്ള കണ്ടീഷൻ. ഈ ചൈന ടൗൺ എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയാണ്. അങ്ങനെ ലൊക്കേഷനും വെച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഏക്കർമാൻ എന്ന് പറയുന്ന ഒരാൾ അവനെ കാണാൻ വരുന്നത്. എടോ, എനിക്ക് വേണ്ട ഒരു സാധനം തൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് നിമക്ക് വൈലി കൊടുത്ത റെസിപ്റ്റാണ് പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കുന്നത്. ഇവരുടെ കമ്പനിയുടെ റൂൾ അനുസരിച്ച് ബാഗിൽ എന്തേലും സാധനം കയറിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ പാടില്ല, അൺലെസ് ഓണർമാർ തിരിച്ച് ചോദിക്കുന്നത് വരെ. ഇനി അഥവാ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഡിസ്പാച്ച് നേരിട്ട് വിളിച്ചു പറയണം. എടോ, താൻ ആരാ? എൻ്റെ പേര് ഏക്കർമാൻ. ഞാൻ ഈ കോളേജിൻ്റെ ഹെഡ് ഓഫ് സെക്യൂരിറ്റിയാണ്. നിനക്കൊരാൾ പാക്കേജ് തന്നില്ലേ? അവൾ ഈ കോളേജിൻ്റെ ഓതറൈസേഷൻ ഇല്ലാണ്ട് അക്കൗണ്ട് യൂസ് ചെയ്തു. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. സോ എനിക്ക് ആ പാക്കേജ് ഒന്ന് ചെക്ക് ചെയ്യണം. നടക്കില്ല സാറേ. നിമ വന്ന് പറയാണ്ട് നിങ്ങൾക്കിത് തരാൻ പോകുന്നില്ല. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുന്ന ആൾ വിളിക്കട്ടെ. ഇത് കേട്ടേക്ക് ആരാണ് നിമ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഇത് കേട്ടേക്ക് വൈലിക്ക് മനസ്സിലായി ഏക്കർമാൻ ഒരു ഉടായ്പാണ്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല, സൈക്കിളും കൊണ്ട് പോവാനാ നോക്കുന്നത്. എന്നാൽ ഏക്കർമാൻ അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നു. നിനക്ക് ഗേൾ ഫ്രണ്ട്, കുടുംബം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കൊന്നും പറ്റണ്ടെങ്കിൽ ആ പാക്കേജ് താ. ഓ, ഭീഷണിയാണല്ലേ? ശരി, ഞാൻ തന്നേക്കാം. സാറി ഫുഡൊന്ന് പിടിക്കോ എന്നും പറഞ്ഞ് ഫുഡും കൊടുത്ത് നൈസായിട്ട് ബാക്ക് അടിക്കുന്നു, രക്ഷപ്പെടുന്നു. അങ്ങനെ വൈലി ചൈന ടൗണിലേക്ക് യാത്ര തിരിച്ചു. ഏക്കർമാനാണേലോ ഇവന്റെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ അവിടെ ഗംഭീര ചേസാണ്. അമിതമായിട്ടുള്ള ട്രാഫിക് കാരണം കാറും കൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ സൈക്കിള് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയും പോവും. ഏക്കർമാൻ നിർത്താനായിട്ട് കുറെ പറയുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ സിഗ്നൽ കത്തി, അതും റെഡ് ലൈറ്റ്. പക്ഷെ അതൊന്നും നമ്മുടെ പയ്യനൊരു മാറ്ററേ അല്ല. നല്ല സ്മൂത്തായിട്ട് റോഡ് അങ്ങ് ക്രോസ് ചെയ്യുന്നു. പക്ഷെ കാറിൽ പോകുന്ന ഏക്കർമാനെ അതൊരു പ്രശ്നമാണ്. എന്നാൽ അങ്ങേരത് വിട്ടുകൊടുക്കുന്നില്ല, സ്റ്റിൽ പിന്നാലെ പോകുന്നു. അങ്ങനെ വൈലി ഒരു റെയിൽവേ പാലത്തിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു വഴിയാണ്, എന്നിട്ടും ഏക്കർമാൻ ചേസ് ചെയ്യുന്നു. അങ്ങനെ പോയി വഴി അങ്ങ് തീരുന്നു. പക്ഷെ സൈക്കിളിന് പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ കാറിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. സോ ഇങ്ങേര് വേഗം തന്നെ റോഡിലേക്ക് എടുക്കുന്നു. എന്നാൽ വൈലിയുടെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ വൈലി വെറുതെ ഇരിക്കോ, ഓപ്പോസിറ്റ് ട്രാക്കിലോട്ട് അങ്ങ് എടുക്കുന്നു. വണ്ടികളാണെങ്കിൽ ചീറിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് പാളിയാ തീർന്നു. അങ്ങനെ 2 പേരും 2 ട്രാക്കിലായിട്ടുണ്ട്. ഡേയ് സാധനം എന്താ എന്നും പറഞ്ഞ് ഒപ്പത്തിനൊപ്പം പിടിക്കുകയാണ് ഏക്കർമാൻ. അങ്ങനെ വൈലി മറ്റൊരു റോഡിലേക്ക് കയറുന്നു. സോ ഏക്കർമാന് മിസ്സായി നർത്തം. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വൈലി കാരണം ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അവിടെയാണെങ്കിൽ സൈക്കിളുമായിട്ട് റൗണ്ട്സിന് ഇറങ്ങിയിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളുടെ പേരാണ് സാം. പിന്നെ പറയണ്ടല്ലോ, വൈലിക്ക് പിന്നാലെ സാമും പോകുന്നു. ചുരുക്കി പറഞ്ഞ ചെയ്സോട് ചെയ്സ്. അങ്ങനെ വണ്ടികൾക്കിടയിലൂടെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ ടാക്സി നിർത്തുന്ന കറക്റ്റ് സമയം നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകുന്നു. ടാക്സി നിർത്തി അറിയാലോ, പാസഞ്ചറിന് ഇറങ്ങാനുണ്ടാവും. ഡോർ തുറന്നതും ഇടിക്കുന്നു, സാം അങ്ങ് തെറിച്ചു വീഴുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഏക്കർമാൻ വൈലിയുടെ ഫ്രണ്ടിലോട്ടങ്ങ് വരുന്നത്. പെട്ടെന്ന് കൺട്രോൾ പോകുന്നു, ഇടിക്കുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വൈലി കാറിന്റെ നമ്പർ അങ്ങ് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാന്ന് മാത്രമല്ല സൈക്കിൾ എടുക്കുന്നു, രക്ഷപ്പെടുന്നു. ഇത് കണ്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നുണ്ട്. കുറെ നേരായിട്ട് ഒരു സൈക്കിളിനെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കേ, ഭ്രാന്ത് കയറാണ്ടിരിക്കുവോ? അങ്ങനെ വൈലി അപകടം പിടിച്ചൊരു റൂട്ടിലേക്കാണ് കയറുന്നത്. ആ ഒരൊറ്റ സെക്കൻഡിൽ വെച്ച് എങ്ങനെ സേഫ് ആവാന്നുള്ള റൂട്ട് അവനങ്ങ് മനസ്സിലാക്കുന്നു. ഇതുവഴി പോയ കുട്ടീനെ കൊണ്ടുവരുന്ന സ്ത്രീയെ ഇടിക്കും. ഇതുവഴിയാണേലോ ഇങ്ങേരെ ഇടിക്കുകയും ചെയ്യും. നിലത്ത് വീണ് കിടക്കുന്ന അങ്ങേരുടെ മേത്തോടെ ട്രക്ക് കയറുകയും ചെയ്യും. ഇനി അതും വേണ്ട, ഇതുവഴി പോയാലോ ടാക്സിക്കാർ കൊടുന്ന് കയറ്റുകയും ചെയ്യും. സോ ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഈ ഒരു റൂട്ട് മാത്രം. അങ്ങനെ വൈലി നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകുന്നു. ഇതൊക്കെ കണ്ട ഏക്കർമാനാണെങ്കിൽ കണ്ണും തള്ളിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വൈലി നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഏക്കർമാൻ ആരാന്നും എന്താന്നും ഒരു പിടുത്തൂല്ല. ഒരു ഭ്രാന്തനെ പോലെയാണ് തൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് പറഞ്ഞില്ലെങ്കിൽ ആ പാക്കേജ് ചിലപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പോവും. അങ്ങനെ പോകുന്നു, പറയുന്നു. പോലീസുകാർക്കാണെങ്കിൽ വേറെ കുറേ കേസ് ഡീൽ ചെയ്യാണ്ട്. സോ അവനോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോഴാണ് ഒരു മാരക കാഴ്ച കാണുന്നത്. ഇത്രയും നേരം തന്നെയിട്ട് ഓടിച്ച ഏക്കർമാൻ സ്റ്റേഷനിലോട്ട് വരുന്നു.
ഇത് കണ്ടേക്ക് വൈലി വേഗം തന്നെ മറഞ്ഞിരിക്കുന്നു. ഏക്കർമാൻ വരികയെന്ന് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ പോലീസുകാരുമായിട്ട് ഭയങ്കര കമ്പനി. അങ്ങനെ വൈലി നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ ഒന്ന് സൂം ചെയ്യുന്നു. അതിനകത്തുണ്ട് NYPD. സോ കോളേജിന്റെ ഹെഡ് ഓഫ് സെക്യൂരിറ്റി ഒന്നുമല്ല സാക്ഷാൽ ഏക്കർമാൻ. അയാൾ ഒരു പോലീസ് ഓഫീസറാണ്, അതും ഹൈ റാങ്കിലിരിക്കുന്ന ഓഫീസർ. ആ സമയത്താണ് കഥയൊന്ന് പുറകോട്ട് പോകുന്നത്. സമയം 3:30. ഏക്കർമാൻക്കൊരു വൃത്തികെട്ട ഹോബിയുണ്ട്. ഹോബി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. ഇറ്റ്സ് ആൻ അഡിക്ഷൻ. അതും ബെറ്റിംഗ് അഡിക്ഷൻ. ചൈനീസുകാർ നടത്തുന്ന ഇല്ലീഗൽ ബെറ്റിംഗ്. വലിയ ക്രിമിനൽസാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെ പോയിട്ട് സ്ഥിരം കളിക്കുന്ന ആളാണ് ഏക്കർമാൻ. പക്ഷെ ഇന്ന് അവൻ തോൽക്കുന്നു. വലിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കാനാവുന്നു. പക്ഷെ എന്നിട്ടും ബെറ്റിംഗ് നിർത്താൻ റെഡിയാവുന്നില്ല. കാരണം എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യാറ്. സോ ബെറ്റിംഗ് അവർ നിർത്താൻ പറഞ്ഞിട്ടും അവൻ തയ്യാറാവുന്നില്ല. ചുമ്മാ പോലീസിനോട് കളിക്കാൻ നിൽക്കല്ലേ എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഏക്കർമാനെ അറിയുന്ന ഒരാളുണ്ട് അവിടെ, അതുകൊണ്ട് മാത്രം അവനെ കൊല്ലാതെ വിടുന്നു. ഏക്കർമാൻ, നീ വെറുതെ ചൂടായിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം തന്നെ ഒരുപാട് പൈസയായി. അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അറിയാലോ. ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഇവിടുത്തെ ഹവാല ഇടപാട് നടത്തുന്ന ആൾക്കാരെ അറിയാലോ. അവരുടെ കൈകളിലേക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ടിക്കറ്റാണ് വരാൻ പോകുന്നത്. അതും 50 ഗ്രാൻഡിൻ്റെ ടിക്കറ്റ്. ആ ടിക്കറ്റ് അവരുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് കൊണ്ടുപോവാ. നിന്റെ കടങ്ങളെല്ലാം ഞങ്ങൾ എഴുതി തള്ളും. ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ആൻഡ് ഈ പറഞ്ഞ ടിക്കറ്റ് ഉണ്ടല്ലോ, അതാണ് വൈലിയുടെ കയ്യിലിരിക്കുന്ന നിമ കൊടുത്ത അതേ പാക്കേജ്. അങ്ങനെ ഏക്കർമാൻ പറയാണ്, വല്ലവന്റെ പാക്കേജ് വെക്കാൻ ഞാൻ കള്ളനല്ല, പോലീസാണ്. ഇത് കേട്ടേക്ക് ഫ്രണ്ട് ഒരു ഓഫറും കൂടെ കൊടുക്കുന്നു. ഇവരേന്ന് കുറച്ചുകൂടെ കടം വാങ്ങിയിട്ട് ഇവിടെ തന്നെ ബെറ്റ് വെക്കുക. പക്ഷെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഇതല്ലാതെ വേറെ മാർഗവുമില്ല. സോ ക്യാഷ് വാങ്ങുന്നു. ഇവിടെ ബെറ്റ് വെച്ചാൽ ക്യാഷ് പോകുന്നും കരുതി മറ്റൊരു ബെറ്റിംഗ് കേന്ദ്രത്തിലോട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ടും യാതൊരു കാര്യമില്ല, അതും പോയി. ഇനി ആ ചൈനക്കാരും അവരുടെ ബോസായ ലിമ്മും കൂടെ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ആ സ്ട്രീറ്റിലിട്ട് മാരകടിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏക്കർമാന്റെ പല്ലടക്കം തെറിപ്പിക്കുന്നു. എന്നാൽ കൊല്ലാനൊന്നും പ്ലാനില്ല, ചെറിയൊരു ശിക്ഷ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. എന്നാൽ തൊട്ടേനും പിടിച്ചേനും ദേഷ്യം വരുന്ന ഏക്കർമാൻ ലിമ്മ് തല്ലാനേൽപ്പിച്ച ഗുണ്ടകളെ പഞ്ഞിക്കിടുന്നു. ഒരുത്തൻക്കാണെങ്കിൽ പക്കാ സീരിയസ്, കോമയിലാവാൻ വരെ ചാൻസ് ഉണ്ട്. ലിം ഒരിക്കലും ഇത് ക്ഷമിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ ഇതിൽ കൂടുതൽ വഷളാക്കാൻ ഏക്കർമാൻക്ക് താല്പര്യമില്ല. സോ ആ ടിക്കറ്റ് എടുത്തു കൊടുക്കാന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ അയാൾ എന്തിനാണ് പാക്കേജിന്റെ പുറകെ വരുന്നതെന്നുള്ളത്. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടാവുന്നു. പ്രസന്റിലോട്ട് വരുന്നു. ഏക്കർമാനെ കണ്ടതും വൈലി നേരെ ബാത്റൂമിലോട്ടാണ് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, ആ പാക്കേജിനകത്ത് എന്താന്ന് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ ഒരു ചെറിയ റെസിപ്റ്റാണ്. ഈ ഹോട്ടൽ ബില്ലൊക്കെ പോലത്തെ ഒരു സാധനം. ആൻഡ് അതിൻ്റെ മേളിലൊരു സ്മൈലിൻ്റെ ചിഹ്നമുണ്ട്. അങ്ങനെ വൈലി രണ്ടും കൽപ്പിച്ച് ഏക്കർമാൻ കാണാണ്ട് പുറത്ത് കടക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സാം സ്റ്റേഷനിലോട്ട് വരുന്നത്. അവനെങ്ങാനും കണ്ട ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത ഏക്കർമാൻ്റെ അണ്ണാക്കിലോട്ടാണ് പോവുക. സോ വേഗം തന്നെ ഒളിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഏക്കർമാൻ പുറത്തോട്ട് വരുന്നത്. ഇവൻ്റെ സൈക്കിളാണെങ്കിൽ അവിടെ തന്നെയുണ്ട്. ഇത് കണ്ടേക്ക് ഇങ്ങേർക്ക് മനസ്സിലായി ഇവൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽപ്പെട്ടൊരവസ്ഥ. അങ്ങനെ ഏക്കർമാൻ വേഗം തന്നെ സ്റ്റേഷൻ്റെ അകത്ത് കയറുന്നു. ചെക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. സാം ആണെങ്കിൽ സൈക്കിളും പാർക്ക് ചെയ്ത് അകത്ത് കയറാൻ നിൽക്കുന്ന ഗ്യാപ്പിലാണ് വൈലി സൈക്കിൾ എടുത്ത് രക്ഷപ്പെടുന്നത്. എന്നാൽ കഷ്ടകാലത്തിന് സാം അത് കാണുന്നു. പിന്നെ പറയണ്ടല്ലോ, പിന്നാലെ പോകുന്നു. ഇവിടെ ഏക്കർമാൻക്കാണെങ്കിൽ ദേഷ്യം മുച്ചിയിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. അതും ഇവന്റെ മറ്റേ ഫ്രണ്ടാണ് വിളിക്കുന്നത്. എടോ പന്നെ, നീ പഞ്ഞിക്കിട്ടാ ചെറുക്കനുണ്ടല്ലോ, അവൻ ചത്തു. കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോയിരിക്കുകയാണ്. ലിമ്മ് നിന്നെ കൊല്ലണ്ടെങ്കിൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ആ ടിക്കറ്റ് ഇവിടെ എത്തണം. സോ 1 മണിക്കൂർ. ഇപ്പൊ സമയം 5:57. ഇവിടെ സാമും വൈലിയും കൂടെ ഗംഭീര ചെയ്സാണ്. റോഡ് ക്രോസ് ചെയ്യാൻ വൈലി എക്സ്പേർട്ടാണ്. പക്ഷെ സാം അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പേർട്ടല്ല. ഒരു വിധത്തിലാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്. അത്രയും വണ്ടികളുണ്ട്. അങ്ങനെ വൈലി മുന്നോട്ട് പോകുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പുള്ളിക്കാരൻ പോകുന്നത്. ഇതൊക്കെയാണ് അങ്ങേരുടെ ഷോർട്ട് കട്ട്. ചേച്ചിയെ ഒന്ന് മാറൂ എന്നും പറഞ്ഞാണ് സൈക്കിളും കൊണ്ട് പോകുന്നത്. പക്ഷെ സാം ഒരു പോലീസുകാരനും മാന്യനും കൂടിയാണ്. അതുകൊണ്ട് തള്ളിയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഓടിച്ചിട്ടല്ല. അങ്ങനെ പോയി വലിയൊരു പാർക്കിലെത്തുന്നു. ഇവരുടെ ഫ്രണ്ടിലാണെങ്കിൽ ചെറിയൊരു ഗ്രില്ലുണ്ട്. പക്ഷെ അതൊന്നും വൈലിക്ക് ഒരു മാറ്ററേ അല്ല. ഈസി ആയിട്ട് അങ്ങ് ചാടിക്കിടക്കുന്നു. എന്നാൽ സാം അതിൻ്റെ മേളിലിടിച്ച് വീഴുകയാണ്. പക്ഷെ എന്നിട്ടും അയാൾ നിർത്തുന്നില്ല. വൈലിയാണെങ്കിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. ഇത് കണ്ടേക്ക് സാം അങ്ങോട്ട് പോകുന്നു. എന്നാൽ വൈലിയുടെ പൊടി പോലുമില്ല. അവൻ നൈസായിട്ട് സ്കൂൾ ബസ്സും പിടിച്ച് തൽക്കാലം സേഫ് ആവുന്നു. അങ്ങനെ വൈലി രാജിനെ വിളിക്കുന്നു. 4 തെറി പറയുന്നു. എടോ, കഴിഞ്ഞ 1/2 മണിക്കൂറായിട്ട് മരണം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. ഇതെന്താണ് സാധനം? ഇതിൻ്റെ പിന്നാലെ ആരൊക്കെയുണ്ട്? ഇത് വല്ല മയക്കുമരുന്ന് ഇടപാടാണെങ്കിൽ രാജേ
ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനേ ഈ പാക്കേജ് കോളേജിലോട്ട് തിരിച്ചെത്തിക്കാൻ പോവുക. നീ ആരേന്ന് വെച്ചാ ആ പാക്കേജ് കളക്ട് ചെയ്യാൻ ഏൽപ്പിച്ചോ എന്നും പറഞ്ഞ് അങ്ങേരങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. വൈലിക്ക് മതിയായി. അങ്ങനെ രാജ് ആ പാക്കേജ് കളക്ട് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത് മാനിനെയാണ്. ഇതേ സമയം ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഏക്കർമാനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരനൊരു ബുദ്ധി തോന്നുന്നു. പാക്കേജ് കളക്ട് ചെയ്തതിൻ്റെ റെസിപ്റ്റ് അങ്ങേരുടെ കയ്യിലുണ്ട്. സോ അതും വെച്ച് ഡിസ്പാച്ചിനെ വിളിക്കുന്നു. ഡെലിവറി അഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്യുന്നു. ഇനിയിപ്പോൾ അവൻ പറയുന്നിടത്ത് സാധനം വരും. അപ്പോഴാണ് കഥ കുറച്ച് പുറകിലോട്ട് പോകുന്നത്. കൃത്യം 4 മണി. നിമ ഭയങ്കര ടെൻഷനിലാണ്. അവൾ വേഗം തന്നെ റൂമിലോട്ട് പോകുന്നു. അപ്പോഴാണ് റൂം മാറാനായിട്ട് വെനീസ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നത്. നിമ, ഞാൻ കാരണം തനിക്കെന്തേലും ബുദ്ധിമുട്ടോ മറ്റോ? അല്ല, പെട്ടെന്ന് റൂം മാറാൻ പറഞ്ഞപ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. എടി, നിന്നോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നും പറഞ്ഞ് കിച്ചണിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കീ എടുക്കുന്നു. എന്നിട്ടൊരു പഴയ പെട്ടിയാണ് തുറക്കുന്നത്. അതിനകത്ത് ഇഷ്ടം പോലെ പൈസയാണ്. ഇത് കണ്ടേക്ക് വെനീസ അന്തം വിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്രയും ക്യാഷ് എന്നൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിമ ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ആ ക്യാഷും കൊണ്ട് പുറത്തു പോകുന്നു. അതും ഇവിടുത്തെ ഹവാല ഇടപാട് നടത്തുന്ന വലിയൊരു ഗ്രൂപ്പിനെ കാണാൻ. അങ്ങനെ നിമ പോയതും അവളെയും തെരഞ്ഞ് ഏക്കർമാൻ എത്തി. എന്നിട്ട് വെനീസയോടാണ് ചോദിക്കുന്നത്. പുള്ളിക്കാരൻ ബാഡ്ജ് കാണിക്കുന്നുണ്ട്. ഇവളങ്ങ് വിശ്വസിക്കുന്നു. പൈസയുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. നിമ വലിയൊരു പ്രശ്നത്തിലാണ്, അവളെ രക്ഷിക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം പിന്നെ വിശ്വസിക്കാണ്ടിരിക്കോ? ഇതാണ് മിസ്റ്റർ ലാങ്. പുള്ളിക്കാരൻ്റെ കയ്യിലോട്ടാണ് ഈ ക്യാഷ് കൊടുക്കുന്നത്. ആൻഡ് 2 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയാണ് അയാളുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ലാങ് ആ ടിക്കറ്റ് അങ്ങ് കൊടുക്കുന്നു. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഈ ടിക്കറ്റ് എങ്ങാനും നഷ്ടപ്പെട്ടാൽ പിന്നൊരിക്കലും ഈ പൈസ നിനക്ക് തിരിച്ചു കിട്ടില്ല. അതുമാത്രമല്ല, ഈ ടിക്കറ്റ് ആരുടെ കയ്യിലാണോ അവർക്ക് ഈ ക്യാഷ് വിഡ്രോ ചെയ്യാനും പറ്റും. ഈ ടിക്കറ്റും കൊണ്ട് ഞാനല്ല വരാൻ പോകുന്നത്, സ്നേക്ക് ഹെഡാണ്. സ്നേക്ക് ഹെഡ് എന്ന് പറയുമ്പോൾ സിസ്റ്റർ ചെന്നാണോ? യെസ്, ശരി, ഓക്കെ. അല്ല, താൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ആർക്കേലും അറിയോ? അറിയാം. വെനീസ എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട്, അവൾക്കറിയാം. താൻ എന്ത് മണ്ടത്തരാ കാണിച്ച്? നിന്റെ ഫ്രണ്ട് മുഖേന ഇതെങ്ങാനും പുറത്തു പോയാലോ? അതുകൊണ്ട് ടിക്കറ്റ് കൈമാറാൻ വേറെ ഏതേലും ആളുകളെ വിട്ടാൽ മതി. പിന്നെ ഇനി അഥവാ വല്ല പ്രശ്നം ഉണ്ടായാൽ ഒരു കാരണവശാലും പോലീസിനെ വിളിക്കാൻ പാടില്ല. ദേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞൊരു നമ്പർ കൊടുക്കുന്നു. അങ്ങനെ നിമ തിരിച്ചു പോകുന്നു. സോ ആരാണ് സ്നേക്ക് ഹെഡ് അല്ലെങ്കിൽ സിസ്റ്റർ ചെൻ? ആൻഡ് എന്തിനായിരിക്കും അവർക്ക് ഇത്രയും ക്യാഷ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏക്കർമാൻ നിമയുടെ പിന്നാലെ വരുന്നത്. ഇത് കണ്ടേക്ക് നിമ വേഗം തന്നെ രാജിനെ വിളിക്കുന്നു. പാക്കേജ് എടുക്കാൻ പറയുന്നു. അതും വൈലിയോട് തന്നെ എടുക്കാൻ പറയുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് വൈലി വന്നു കൊടുക്കുന്നത്. ഏക്കർമാനെ കണ്ടതും ഇവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ കോളേജിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഏക്കർമാൻ അങ്ങോട്ടും പോകുന്നു. പോവാന്ന് മാത്രമല്ല, അവിടെയുള്ള സെക്യൂരിറ്റിയോട് നിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാക്കേജ് വാങ്ങാനായിട്ട് വൈലി പറപ്പിച്ചു വരുന്നത്. അങ്ങനെ പാക്കേജും വാങ്ങി അങ്ങേര് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് ഏക്കർമാൻ നിമയെ കാണാൻ വരുന്നത്. ഹലോ നിമ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വരുന്നത്. ഒരു ഇല്ലീഗൽ ഫണ്ട് ആക്ടിവിറ്റിയിൽ താൻ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് ആവശ്യമുണ്ട്. അത് തന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ വരും, അറസ്റ്റ് ചെയ്യും. ആ സമയത്താണ് ഏക്കർമാൻ്റെ ബാഡ്ജ് കാണുന്നത്. അതിനകത്ത് വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് NYPD എന്ന്. ഇവൻ റവന്യൂ അല്ല, ഒന്നുമല്ല, ജസ്റ്റ് ഒരു പോലീസുകാരൻ മാത്രം. സോനിമ ഒന്നും പറയുന്നില്ല. ഇത് കണ്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. ഏക്കർമാൻ അവളുടെ കഴുത്തിന് പിടിക്കുകയാണ്. എന്നിട്ട് ആ ടിക്കറ്റാണ് ചോദിക്കുന്നത്. എന്നാൽ ടിക്കറ്റ് ഓൾറെഡി വൈലിയുടെ കയ്യിലാണ്. പക്ഷെ വൈലി കൊടുത്തിരിക്കുന്ന ഡെലിവറി ചീട്ട് അവളുടെ കയ്യിലുണ്ട്. അതങ്ങ് കൈക്കലാക്കുന്നു. വൈലിയുടെ പിന്നാലെ പോകുന്നു. ഇതാണ് സംഭവം. അങ്ങനെ നിമയെ കാണാൻ വെനീസ എത്തി. വെനീസ കുറെ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നൊക്കെ. അങ്ങനെ വെനീസയോട് എല്ലാ സത്യങ്ങളും പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് പാസ്റ്റ് കട്ടാവുന്നു. നേരെ പ്രസന്റിലോട്ട് വരുന്നു. സമയം 6:15. വൈലി വേഗം തന്നെ കോളേജിൽ പോകുന്നു. ടിക്കറ്റ് കൊടുക്കുന്നു. ഇനി അത് പിക്ക് ചെയ്യാനായിട്ട് മാനി വരും. ഇനിയും ആ ടിക്കറ്റും കൊണ്ട് നടക്കുന്നത് ഒട്ടും സേഫ് അല്ല. അങ്ങനെ കോളേജിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് നിമ വൈലിയെ കാണുന്നത്. എടോ, താനെന്തവിടെ? ഡെലിവറി ചെയ്യാൻ പോയില്ലേ? താൻ്റെ ഒടുക്കത്തൊരു ഡെലിവറി. ആ സാധനം നിന്റെ ഫ്രണ്ടസ്കി കൊടുത്തിട്ടുണ്ട്, ഞാൻ പോവുക എന്നും പറഞ്ഞ് അങ്ങേര് പോകുന്നു. ഇവളാണേലോ വേഗം തന്നെ ഫ്രണ്ടസ്കിലോട്ടാണ് പോകുന്നത്. എന്നാൽ ഡെലിവറി ചീട്ട് മാത്രമേ ഉള്ളൂ, ടിക്കറ്റില്ല. ടിക്കറ്റ് ഓൾറെഡി മാനി പിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതറിഞ്ഞപാട് ഇവളാണെങ്കിൽ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് ഡെലിവറി അഡ്രസ്സ് നോക്കുന്നത്. അവൾ കൊടുത്ത അഡ്രസ്സല്ല ചീട്ടിനകത്തുള്ളത്, മറിച്ച് ഏക്കർമാൻ കൊടുത്ത അഡ്രസ്സാണ്. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഏക്കർമാൻ്റെ കയ്യിലോട്ടാണ് ചെല്ലാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയ നിമ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും വൈലിയുടെ മുമ്പിൽ വെച്ച്. എടോ, താൻ ഓക്കെ അല്ലേ? ആ പാക്കേജിനകത്ത് എന്തായിരുന്നു? അതിനകത്തുള്ള ടിക്കറ്റ് കൊടുത്താൽ വലിയൊരു എമൗണ്ട് കിട്ടും. എന്തിനാ അത്രയും വലിയ എമൗണ്ട്?
സ്നേക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടർ. ഈ ഇമ്പോർട്ടർ എന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന അതല്ലേ? താൻ എന്ത് സാധന ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ഡ്രഗ്സ് ആണോ? ഇത് കേട്ടേക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. നിമ അവളുടെ മകന്റെ ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. തൻ്റെ മകനെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാ അവൾ ഈ പെടാപ്പാട് വിടുന്നത്. നിമയൊരു ചൈനക്കാരിയാണ്. സ്റ്റുഡൻറ് വിസയിലാണ് അവൾ അമേരിക്കയിലെത്തുന്നത്. അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൻ്റെ മകനെയും കൊണ്ടുവരാൻ സാധിക്കും. അത് ഇല്ലീഗലൊന്നുമില്ല. ഈ വിസയിൽ തന്നെ അവനെയും കൊണ്ടുവരാൻ പറ്റും. എന്നാൽ അവൾ എഴുതിയ ടിബറ്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതോ കാലത്ത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ സംഭവം കാരണം അവളുടെ മകൻക്ക് ചൈന വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. പിന്നെയുള്ള ഏകമാർഗം ഇല്ലീഗലാണ്. അതിനു വേണ്ടിയിട്ടാണ് അത്രയും പൈസ. ഇല്ലീഗലായിട്ട് എമിഗ്രൻസിനെ എത്തിക്കാൻ സ്നേക്ക് എന്ന് പറയുന്ന ഇമ്പോർട്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആണ് ആ പണം. അത് കൊടുത്താൽ ഈസി ആയിട്ട് മകനെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇതപ്പോഴേ പറയായിരുന്നെങ്കിൽ എന്തേലൊക്കെ ചെയ്യായിരുന്നു. അല്ലടോ, താനെന്തിനാ മെസ്സഞ്ചറായിട്ട് എന്നെ തന്നെ തെരഞ്ഞെടുത്ത്? നിന്നെക്കുറിച്ച് വെനീസ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ നീ ഒരു പുലിയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ഘട്ടം വന്നപ്പോൾ നിന്റെ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. പക്ഷെ എല്ലാം നഷ്ടമായി. ഇത് കേട്ടേക്ക് വൈലി ആ റെസിപ്റ്റ് അങ്ങ് വാങ്ങുന്നു. അതിനകത്തുണ്ട് പുതിയ അഡ്രസ്സും ഡെലിവറി ബോയുടെ പേരും. സോ വൈലി വേഗം തന്നെ മാനിയെ കണ്ടെത്താൻ പോകുന്നു. ഇതിൻ്റെ ഇടയിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വെനീസ രാജിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവൾക്കറിയണം അഡ്രസ്സും ആരാണ് പാക്കേജ് ഡെലിവറി ചെയ്യാൻ പോയിട്ടുള്ളതെന്നും. ഇവിടെ വൈലിയാണെങ്കിൽ മാനിക്ക് വിളിക്കുന്നു. അറിയാലോ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പം പിന്നെ പാക്കേജ് കൊടുക്കാൻ റെഡിയാവോ? ഒരിക്കലുമില്ല. എൻ്റെ പൊന്നു മാനി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഒന്ന് പോയടാ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. ഇതേ സമയം വെനീസ വൈലിക്ക് വിളിക്കുന്നു. കാര്യങ്ങളെല്ലാം പറയുന്നു. വെനീസ, ഞാനിപ്പോൾ മാനിയുടെ പിന്നാലെയുണ്ട്. ആ പാക്കേജും കൊണ്ട് ഞാൻ തിരിച്ചു വരൂ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെനീസയുടെ ഫ്രണ്ടിലോട്ട് ഒരു തടസ്സം വരുന്നത്. ഇത് കണ്ടേക്ക് അവളാണെങ്കിൽ അപ്പം തന്നെ ബ്രേക്ക് പിടിക്കുന്നു. സഡനായിട്ടുള്ള ബ്രേക്കിംഗ് കാരണം അവളങ്ങ് തെറിച്ച് വീഴുകയാണ്. എന്തോ ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വൈലി എന്തുകൊണ്ടാണ് ബ്രേക്കിനെ വെറുക്കുന്നതെന്നുള്ളത് അവൾക്ക് ഇതോടുകൂടെ മനസ്സിലായി. പിന്നെ പറയണ്ടല്ലോ, ആ ബ്രേക്ക് അങ്ങ് വലിച്ചെറിയുന്നു. ഇതേ സമയം വൈലി മാനിയെ പിന്നെയും വിളിക്കുന്നു. വൈലി, നിനക്ക് ഈ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം റേസ് ചെയ്യണം. ആരാണോ അഡ്രസ്സിൽ ആദ്യത്തുന്നത് അവർക്ക് ഈ പാക്കേജ് എടുക്കാം. നമ്മൾ പോകാൻ പോകുന്നത് പാർക്ക് വഴിയായിരിക്കും. ഇത് കേട്ടേക്ക് ഇങ്ങേർക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റേസ് നടത്താണ്ട് അവനത് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. സോ റേസ് എങ്കിൽ റേസ്, ആ പാക്കേജ് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനിയുടെ കയ്യിലിരിക്കുന്നത് ഒരു കിടിലൻ ഗിയർ സൈക്കിളാണ്. അതിനെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഇവർ രണ്ടും കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ റൈഡേഴ്സിനെ വരെ വെട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയി പാർക്കിലേക്ക് എത്തുന്നു. അവിടെ അത്രയും അധികം ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേണം പോവാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഈ മത്സരം പോലീസുകാർ ശ്രദ്ധിക്കുന്നത്. അവരപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് കിട്ടുന്നതാണേലോ സാമിനും. സാമിന് ഓൾറെഡി ഒടുക്കത്തെ ദേഷ്യമുണ്ട്. അപ്പം പിന്നെ അങ്ങേര് വെറുതെ ഇരിക്കുമോ? വൈലിയെ പിടിക്കാനായിട്ട് പാർക്കിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. ഇവിടെ റേസ് ആണെങ്കിൽ ഗംഭീരമായിട്ട് പോകുന്നു. ഇവരുടെ ഫ്രണ്ടിൽ സ്റ്റെപ്പുകളാണ്. ഇത് കണ്ട മാനി റൂട്ടങ്ങ് മാറ്റുന്നു. എന്നാൽ വൈലി ആ സ്റ്റെപ്പിൻ്റെ മേളിൽ കൂടെ ചാടിച്ച് കൊണ്ടുപോവുകയാണ് സൈക്കിള്. അങ്ങനെ ഈ സമയത്താണ് റോഡിലായിട്ട് ഒരു പട്ടിയെ കാണുന്നത്. ഇത് കണ്ടേക്ക് മാനി അതിനെ അങ്ങ് പേടിപ്പിക്കുന്നു. പാനിക്കായ പട്ടി വൈലിയുടെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവൻ അങ്ങ് നിലത്ത് വീഴുന്നു. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ വിട്ടുകൊടുക്കുന്നില്ല, പിന്നാലെ പോകുന്നു. ഇതേ സമയം മേക്കർമാൻ പാക്കേജ് വാങ്ങിക്കാനായിട്ട് അഡ്രസ്സിലെത്തിയിട്ടുണ്ട്. സാമാണെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. നിർത്താനായിട്ട് കുറേ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ അഡ്രസ്സിലെത്താറായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ട്രക്ക് അങ്ങ് ഫ്രണ്ടിലോട്ട് വരുന്നത്. എന്നാൽ രണ്ടുപേരും അതിൻ്റെ അടിയിലൂടെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. കൂടെ സാമും ഉണ്ട് ട്ടാ. അങ്ങനെ വൈലി മാനിയെ വെട്ടിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സാം മാനീനെ അങ്ങ് ചാടിപ്പിടിക്കുന്നത്. ആൻഡ് ഏക്കർമാൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും. ചുരുക്കി പറഞ്ഞാൽ റേസിൽ വൈലിയാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഏക്കർമാൻ മാനിയുടെ ബാഗിനായിട്ട് പോകുന്നു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വെനീസ് അങ്ങോട്ട് വരുന്നതും ബാഗ് കൈക്കലാക്കുന്നതും. ഇതോടായപ്പോൾ ഇങ്ങരുടെ കൺട്രോള് പോകുന്നു. അത്രയും നേരം കാത്തിരുന്ന് ഈ പാക്കേജ് കൈക്കലാക്കാനാ, അത് വീണ്ടും തനിക്ക് നഷ്ടമായി. ഈ സമയത്താണ് പോലീസുകാർ അവരുടെ പിന്നാലെ വരുന്നത്. അതും ഏക്കർമാൻ പറഞ്ഞിട്ട്. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. ആ പാക്കേജ് സൈക്കിളിൻ്റെ ഹാൻഡിലിൻ്റെ ഉള്ളിൽ തിരികെ വെക്കുന്നു. അതിനേക്കാൾ ഭദ്രമായിട്ടുള്ളൊരു സ്ഥലം വേറെയില്ല. അങ്ങനെ വെനീസയും വൈലിയും കൂടെ പോലീസിനെയും വെട്ടിച്ച് മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും രണ്ട് ട്രാക്കിലാണ് പോകുന്നത്. വൈലി കാണാത്തൊരു കാര്യം വെനീസ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു ഹൈവേയിലോട്ടാണ് അവർ സൈക്കിളും കൊണ്ട് പോകുന്നത്.
ഇത് മനസ്സിലാക്കിയ വെനീസ നിർത്താനായിട്ട് കുറേ പറയുന്നുണ്ട്. പക്ഷെ വൈലിക്കാണെങ്കിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, അപകടം പിടിച്ച ആ റോഡിലേക്ക് കൺട്രോൾ ഇല്ലാണ്ട് വൈലി പോകുന്നു. തൻ്റെ മുമ്പിൽ ഒരു പോസിബിലിറ്റിയും ഇല്ല. ഏത് വഴി പോയാലും ആക്സിഡൻ്റ് ആവും. സോ ഇടിക്കുന്നു, പറക്കുന്നു. വലിയൊരു സിറ്റിയിൽ ചെറിയൊരു ആക്സിഡൻറ്റ്. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട സീന്. ആ ആക്സിഡൻറ്റിൽ പുള്ളിക്കാരൻ ആകെ ബ്ലാങ്ക് ആവുന്നു, ബോധം പോകുന്നു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ പോലീസ്, ആംബുലൻസ് എന്ന് വേണ്ട ഒരു ബഹളാണ് അവിടെ. ഇവൻ്റെ റിപ്സിലായിട്ട് കുറച്ച് പരിക്കുകളുണ്ട്. സീരിയസ് ആയിട്ടൊന്നുമില്ല, എന്നാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. കൂടെ പോകാനിരിക്കുകയാണ് വെനീസ. ഇതിൻ്റെ ഇടയിൽ ബാഗുകളെല്ലാം പരിശോധിക്കുകയാണ് ആക്രമാൻ. പക്ഷെ ഒരു കാര്യമില്ല. അങ്ങനെ ആക്രമാൻ വെനീസേനെ പിടിച്ചു മാറ്റുന്നു. കൂടെ പോവാൻ അവൻ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് വൈലി വെനീസക്കാരും കാണാണ്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, എത്രയും വേഗം സൈക്കിൾ സേഫാക്കാൻ. അതിനകത്താണ് സാധനം ഇരിക്കുന്നത്. സൈക്കിളാണെങ്കിൽ ആകെ ഇല്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. സോ പോലീസുകാർ ഇൻബൗണ്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് ഈ ആക്സിഡൻ്റ് ആയിട്ടുള്ള കാറുകൾ, ബൈക്കുകൾ, സൈക്കിള് എന്ന് വേണ്ട സകലമാന വണ്ടികളും അവിടെയാണ് സൂക്ഷിക്കുക. പിന്നീട് കേസൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടുക. അങ്ങനെ ആ സൈക്കിള് ടോ ട്രക്കിലാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടേക്ക് വെനീസ നൈസായിട്ട് അങ്ങ് ഫോളോ ചെയ്യാണ്, പോലീസുകാർ കാണാണ്ട്. ഇതേ സമയം ആക്രമാൻ ആംബുലൻസിൽ കയറുന്നു. ടിക്കറ്റ് അവിടറാ സാറേ, അവരുടെ മകനെ രക്ഷിക്കാനാ ആ ടിക്കറ്റ്. ഇത് കേട്ടേക്ക് ആക്രമാൻ റിബ്സിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. വേദനയിൽ പൊളയാണ് വൈലി. പറയടാ ടിക്കറ്റ് എവിടെ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുന്നു. ഇനിയിപ്പോൾ പറയാന്നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. സോ പറയുന്നു, സാറേ എൻ്റെ സൈക്കിൾ എനിക്ക് തന്ന പാക്കേജ് ഞാൻ തരാം. ആൻഡ് മാനിയുടെ കയ്യിലാണ് പാക്കേജ്. എത്രയും വേഗം മാനിയെ എൻ്റെ അടുത്തോട്ട് എത്തിക്ക്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വൈലിയും കൊണ്ട് ഇൻബൗണ്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിമ ലാങ് കൊടുത്ത നമ്പറിലേക്ക് കാര്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത്. ഇതേ സമയം വെനീസ ഇൻബൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവൾ ആരും കാണാണ്ട് ഒളിച്ചിരിക്കുന്നു. അപ്പോഴാണ് ആക്രമാൻ വൈലിയം കൊണ്ടുവരുന്നത്. ആൻഡ് മാനിയെ വിളിപ്പിച്ചിട്ടുണ്ട്. സാറേ, അവൻ്റെ ബാഗിലാ സാധനം. എനിക്കെൻ്റെ സൈക്കിൾ കിട്ടിയാൽ പോവാമായിരുന്നു. അങ്ങനെ മാനി എത്തി. ഇത് കണ്ടേക്ക് ആക്രമാൻ ബാക്കിയുള്ള പോലീസുകാരോട് സൈക്കിള് തിരിച്ചു കൊടുക്കാൻ പറയുന്നു. ചുരുക്കി പറഞ്ഞ ആക്രമാനെ പിന്നെയും പൊട്ടനാക്കി. ഇയാളാണെങ്കിൽ മാനിയുടെ ബാഗ് മൊത്തം ചെക്ക് ചെയ്യുന്നു. ഒരു കാര്യമില്ല. സോ വൈലി തന്നെ മണ്ടനാക്കുകയെന്ന് അങ്ങർക്ക് മനസ്സിലായി. ഇതേ സമയം വൈലി ആകെ കൺഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം സൈക്കിളിൻ്റെ അകത്ത് സാധനമല്ല. പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, ടിക്കറ്റ് വെനീസയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആക്രമാൻ വരുന്നത്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ സൈക്കിളുണ്ട്. അതിൽ നിന്നൊരു BMX എടുക്കുന്നു. ചാടിച്ച് ചാടിച്ച് കൊണ്ടുപോകുന്നു. ഇത് കണ്ടേക്ക് ആക്രമാൻ അവനെ പിടിക്കാനാ ബാക്കിയുള്ള പോലീസുകാരോട് പറയുന്നത്. എന്നാൽ വൈലിയുടെ കയ്യിലിരിക്കുന്നത് BMX ആണ്. അവിടെയുള്ള ഓരോ വണ്ടിയുടെ മേളിലൂടെയും ചാടിച്ചാടി ഈസി ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ റിബ്സ് ആണെങ്കിൽ വേദനയുണ്ട്. അതെല്ലാം സഹിച്ചു പിടിക്കുന്നു. അങ്ങനെ പോലീസുകാർ ഡോറങ്ങ് ക്ലോസ് ചെയ്യുന്നു. പക്ഷേ അതടയുന്നതിന് മുമ്പ് വൈലി സ്മൂത്തായിട്ട് അങ്ങ് പുറത്തു നടക്കുന്നു. അതേപോലെ തന്നെ വെനീസയും. അങ്ങനെ സമയം 6:30. 7 മണിയായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിമക്കവളുടെ മകനെ ഒരു കാലത്തും കാണാൻ പറ്റില്ല. ഈ സമയത്താണ് മകനെ കാണിക്കുന്നത്. അവൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമേരിക്കയിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കപ്പലിലാണ് വരാൻ പോകുന്നത്. പക്ഷെ സിസ്റ്റർ ചെൻ എന്ന് പറയുന്ന ആൾക്ക് ആ ടിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് കപ്പലിൽ കയറ്റുള്ളൂ. ഇതേ സമയം വൈലി വെനീസക്ക് വിളിക്കുന്നു. എന്നിട്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഇറ്റ്സ് ടൈം. ഇത് കേട്ടേക്ക് വെനീസയാണെങ്കിൽ വേഗം തന്നെ രാജിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. രാജ്, വൈലിക്കൊരു പ്രശ്നം, എത്രയും വേഗം നമ്മുടെ പടയെ റെഡിയാക്ക്. പിന്നെ പറയണ്ടല്ലോ, നാട്ടിലുള്ള സകലമാന മെസ്സഞ്ചേഴ്സിനെയും രാജ് കോണ്ടാക്ട് ചെയ്യുന്നു. ചൈന ടൗണിലേക്കുള്ള ലൊക്കേഷൻ കൊടുക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു റൈഡറിന് എന്തേലും ഒരു പ്രശ്നം വന്നാൽ അവരങ്ങ് ഒന്നിക്കും. അത് വൈലിയാണേലും ശരി, മാനിയാണേലും ശരി. സോ എല്ലാവരും കൂടി അങ്ങ് പുറപ്പെടുന്നു. അങ്ങനെ വൈലി ചൈന ടൗണിലേക്ക് എത്തുന്നു. എന്നാൽ അങ്ങോട്ടതാ ആക്രമാൻ വരുന്നു. പാക്കേജ് എവിടറാ പന്നെ. അപ്പോഴാണ് നാട്ടിലുള്ള സകലമാന റൈഡേഴ്സും അങ്ങോട്ട് വരുന്നത്. വരാന്ന് മാത്രമല്ല, ഇവനായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഈ ഒരു ഗ്യാപ്പിൽ വൈലി പാക്കേജ് എടുക്കുന്നു. സിസ്റ്റർ ചെന്നിനെ കാണുന്നു. സാധനം കൈമാറുന്നു. അവൾ അപ്പം തന്നെ അവളുടെ ആളുകൾക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് മകനെ അമേരിക്കയിലേക്ക് കയറ്റിയേക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാങ്ങിൻ്റെ ആളുകൾ ആക്രമാനെ അങ്ങ് തീർത്ത് കളയുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് വിളിച്ചോളാൻ നിമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. നിമ വളരെയധികം ഹാപ്പിയാണ്. ഹാപ്പിയാവാന്ന് മാത്രമല്ല, വെനീസയെ ഹഗ് ചെയ്യുന്നു. അവൾക്ക് അത്രയും സമാധാനമുണ്ട് ഇപ്പോൾ. ആൻഡ് സമയം കറക്റ്റ് 7 മണി. അങ്ങനെ പിറ്റേ ദിവസമായി. റൈഡിങ് നിർത്താൻ ഇഷ്ടമില്ലാത്ത വൈലി ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിളും കൊണ്ട് മുന്നോട്ട് പോകുന്നു.
അവിടെ വെച്ചിട്ടാണ് ഈ കഥയങ്ങ് അവസാനിക്കുന്നത്. ആ സൈക്കിള് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.